കിങ്സ്ലി കോമന്റെ സൗദി മൂവും, ലിവർപൂളിന്റെ 26 മില്യൺ പൗണ്ടിന്റെ ടീനേജ് ഡിഫൻഡറും, കൂടാതെ റാമോസിനായിട്ടുള്ള ന്യൂകാസിന്റെ റേസും, ചെൽസിയുടെ ഇന്റേണൽ പ്രഷറും, ഫുട്ബോളിന്റെ ഡാർക്കസ്റ്റും ബ്രൈറ്റസ്റ്റുമായിട്ടുള്ള ഫേസ് കണ്ടതും, അങ്ങനെ നാടകീയത നിറഞ്ഞ ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞുപോയത്. വെൽക്കം ബാക്ക് ടു എനിങ്സ്. ബയേൺ മ്യൂണിച്ചിന്റെ കിങ്സ്ലി കോമൻ സൗദിയിലേക്കൊരു മൂവ് നടത്താൻ ഒരുങ്ങുന്നു. അൽ നാസറുമായി ഫൈനൽ നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. UCL ഫൈനലിലെ PSG-ക്കെതിരെയുള്ള വിന്നിംഗ് ഗോൾ ഉൾപ്പെടെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് നേടാവുന്ന എല്ലാ നേട്ടങ്ങളും ബയേണിന് വേണ്ടി നേടിക്കൊടുത്തിട്ടാണ് താരം പടിയിറങ്ങുന്നത്. 18-കാരനായ ഇറ്റാലിയൻ ഡിഫൻഡറെ 26 മില്യൺ പൗണ്ടിന് ടീമിലെത്തിച്ച് ലിവർപൂൾ. ഇറ്റാലിയൻ സെന്റർ ബാക്ക് ജിയോണി ലിയോണിയെ പാമയിൽ നിന്നും ലിവർപൂൾ സ്വന്തമാക്കി. നീണ്ട 6 വർഷത്തെ കോൺട്രാക്റ്റാണ് താരം ലിവർപൂളുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. കൊണാട്ടയുടെ കോൺട്രാക്ട് തീരാൻ പോകുന്നതും ഈ പൊസിഷനിലേക്ക് ഡെപ്ത് ഇല്ലാത്തതിനും ഇതൊരു പരിഹാരമായി മാറും. ഈ ഒരു ഡീലോടുകൂടി ഒരു സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന 3ാമത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായി മാറി ലിവർപൂൾ. ഇനി ഇസാക്ക് കൂടി വരാനുണ്ട്. ഇത്രയും പണം എവിടുന്ന് വന്നു എന്നുള്ളത് ഇവിടെ കാണാം. PSG സ്ട്രൈക്കർ ഗോൺസാലോ റാമോസിന് വേണ്ടിയുള്ള റേസിൽ വീണ്ടും ന്യൂകാസിൽ ഇറങ്ങിയിട്ടുണ്ട്. ന്യൂകാസിന്റെ സ്റ്റാർ സ്ട്രൈക്കറായിട്ടുള്ള ഇസാക്കുമായിട്ടുള്ള ടീമിന്റെ കണക്ഷൻ മോശമായതും താരം ടീം വിടാൻ ഒരുങ്ങുന്നതുകൊണ്ടും ന്യൂകാസിൽ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ റാമോസിന് വേണ്ടിയുള്ള റേസിൽ അവർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. 250 മില്യൺ പൗണ്ടിന് മുകളിൽ മുടക്കിയിട്ടും ചെൽസിയുടെ സ്ക്വാഡ് ഡെപ്ത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്. കോൾവിലിന്റെ ACL ഇഞ്ചറി ടീമിൽ വലിയൊരു ഗ്യാപ്പ് വരുത്തും. ഈ ഒരു പ്രശ്നം ആ ടീമിൽ ഇന്റേണലി പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മാനേജർ പുറത്തുനിന്ന് പറഞ്ഞിരുന്നു അവർ അർജന്റായിട്ട് ഒരു സെന്റർ ബാക്കിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ക്രിസ്റ്റൽ പാലസിന്റെ മാർക്ക് ഗെയിമായി ടോക്കുകൾ നടക്കുന്നുണ്ട്. താരം ഒരു പഴയ ചെൽസി പ്ലെയർ കൂടിയാണ്. ഫുട്ബോളിന്റെ 2 വശങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഒരു വശത്ത് തങ്ങൾക്ക് കിട്ടിയ മുഴുവൻ ബോണസും ആന്ദ്രെ സിൽവയുടെയും ഡിയോഗോ ജോട്ടയുടെയും ഫാമിലി കൈമാറി റെസ്പെക്ട് എന്താണെന്ന് ചെൽസി കാണിച്ചു. മറുസൈഡിൽ സ്വന്തം ശരീരം പോലും മറന്ന് വളർത്തുന്നായെ പോലെ പണിയെടുത്ത ഡൊണ്ണരുമയെ ചവിട്ടി പുറത്താക്കാൻ ഒരുങ്ങി PSG ഡിസ്റെസ്പെക്ട് എന്താണെന്ന് കാണിച്ചു. ആദ്യം നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് PSG-യുടെ ഡൊണ്ണരുമ ഹൈ സാലറി ചോദിച്ചു എന്നാണ്. പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് ഫാബ്രിസിയോ പുറത്തുവിട്ടിരുന്നു. PSG-യുടെ ഭാഗത്തുനിന്നും നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല ഇത് കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും PSG ഇത് വളരെ മോശമായി പോയി. വിത്തൗട്ട് ഡൊണ്ണരുമ അവർക്കൊരു സിംഗിൾ ട്രോഫി പോലും കഴിഞ്ഞ സീസണിൽ അടിക്കാൻ പറ്റില്ല എന്ന് കളി കണ്ടവർക്കറിയാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീക്കിലി റൗണ്ടപ്പുമായി അടുത്ത ആഴ്ച കാണാം.